സമയത്ത് നിങ്ങളോടെല്ലാവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇന്നും വരുന്ന നാളെയുള്ള ദിവസവും നിങ്ങളുമായി ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മേൽ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിനൊരു കോളിംഗ് ഉണ്ട്, ദൈവത്തിനൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഒരു ചൂസിങ് ഉണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളിലും നമ്മുടെ സമൂഹവും നമ്മളായിരിക്കുന്ന ജീവിതത്തിലെ ഓരോ സിനാരിയോസും, അത് പല കാര്യങ്ങളുണ്ട്. ഫാമിലിയുണ്ട്, നമ്മളായിരിക്കുന്ന സമൂഹമുണ്ട്, നമ്മളായിരിക്കുന്ന രാജ്യമുണ്ട്. ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഈ കോളിങ്ങിൽ നിന്നും ദൈവിക ഉദ്ദേശത്തിൽ നിന്നൊക്കെയും വ്യതിചലിച്ചു പോവും. പക്ഷേ നമ്മൾ വ്യതിചലിച്ച് പോവുകയാണെന്ന് നമ്മൾ തന്നെ പലപ്പോഴും അറിയത്തില്ല. ആൻഡ് വി തിങ്ക് വി ആർ ഓൺ ദ റൈറ്റ് റൂട്ട് ആൻഡ് വി തിങ്ക് വി ആർ വിത്ത് ഗോഡ്. എൻ്റെ കൂടെയുള്ളവർ അത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിചാരിക്കും ഐ എം ഓക്കെ വിത്ത് ഗോഡ്. എൻ്റെ ക്രിയേറ്ററുമായി ഞാൻ നല്ല റിലേഷൻഷിപ്പിലാണ് എന്നുള്ളൊരു ധാരണ എൻ്റെ ഉള്ളിലുണ്ടാവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന ജനറേഷനൊക്കെയും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. നമ്മളൊക്കെയും പല സമൂഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഐ മീൻ ആസ് ബിലീവേഴ്സ് വി റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ്, ഡിഫറെൻറ്റ് ചർച്ചസ്, ആൻഡ് അതുകൊണ്ട് തന്നെ വി റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിലീവ്സ്. ആൻഡ് വി സേ, നമ്മൾ അവകാശപ്പെടുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ക്രിസ്ത്യാനികളാണോ? വാസ്തവത്തിൽ കിട്ടിയ കൃപയെ അറിഞ്ഞവരാണോ? കിട്ടിയ കൃപ എന്താണെന്ന് മനസ്സിലാക്കിയവരാണോ എന്ന് ഡീപ്പിൽ ചിന്തിക്കുമ്പം കുറേ ചോദ്യങ്ങൾ ഉയർന്നു വരും. ആ ചോദ്യങ്ങൾ ഉയർന്നു വരാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കണമെന്ന് പോലുമില്ല. സാമാന്യ ബുദ്ധിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരും. പക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ ഈ സംശയങ്ങൾ പലരോടും ചോദിക്കത്തില്ലായിരുന്നു. കാരണം ഫിയർ. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ഞാൻ തള്ളപ്പെടുവോ? ആ ഫിയർ കൊണ്ട് പലരും ചോദിക്കത്തില്ല, പലരും വെറുതെ മുമ്പോട്ട് പോകും. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് ദൈവകൃപയാൽ ഒരു സത്യാന്വേഷിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വാസ്തവത്തിൽ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആരെയും ഫേവർ ചെയ്യാതെ ദൈവത്തെ ഫേവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ വിളിച്ച ദൈവത്തിന് വിശ്വസ്തനായി നിൽക്കണമെന്നും അവനെ പ്രീതിപ്പെടുത്തി ജീവിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അതിനായിട്ടുള്ള വഴികളെ തുറക്കും. അല്ല, ഇപ്പം നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വചനവും വെച്ചുകൊണ്ട് എനിക്ക് ജീവിതം ജീവിക്കണം, ഐ വോണ്ട് ടു സെൽ ആൻഡ് ലിവ് എ ലൈഫ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്നാണെങ്കിൽ അതിനുള്ള വഴിയും വാതിലും തുറക്കുന്ന വേറെ ഏജൻസീസ് ഉണ്ട് ഈ ലോകത്ത്. അതും തുറക്കപ്പെടും. ബട്ട് അങ്ങനെ പോകുന്നവർ തെറ്റിദ്ധരിക്കുന്നത് എന്നെ പോറ്റുന്നത് ദൈവമാണ് എന്നാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പം ഒരു ഡിനോമിനേഷനെയോ ഒരു സഭാ വിഭാഗത്തെയോ മോശമായിട്ട് പറയണം എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേരുകൾ ഞാൻ പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഐ സ്ട്രോങ്ലി സേ ദാറ്റ് ഐ എം നോട്ട് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എനി ഡിനോമിനേഷൻ ഇൻ ദിസ് വേൾഡ്. ഐ വോണ്ട് ടു ബി റെപ്രസെൻറ്റഡ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട സഭയിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഏത് ഡിനോമിനേഷൻസും പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ്. നമ്മളാണ് ശരി, നമ്മൾ മാത്രമേ പോകത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും ദേ ആർ ഗോയിങ് ടു ഇറ്റേണൽ ഡാമിനേഷൻ എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സഭയുടെ അംഗമായിരുന്നു ഞാൻ.
ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആരും എന്നോട് ചോദിക്കരുത് ഞാൻ എവിടെ ആയിരുന്നു എന്ന്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പിന്നെ ഈ ഐഡിയ സ്റ്റാർ സിംഗർ എല്ലാം കഴിഞ്ഞ് ഒരു വിശ്വാസി എന്ന ലേബൽ നെറ്റിയിലുള്ളത് കൊണ്ട് മാത്രം മറ്റു പല സഭകളും എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. പോകുന്നിടമൊക്കെയും ആദ്യകാലങ്ങളിൽ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ബിസിനസ് ഫോർ മീ. കാരണം പോയി പാട്ട് പാടും, പൈസ കിട്ടും. ഇറ്റ് വാസ് ബിസിനസ് ഫോർ മീ ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ്. കാരണം ഓരോ കൺവെൻഷനുകളിലും ഓരോ സഭകളുമായിട്ടും അസോസിയേറ്റ് ചെയ്യുമ്പോഴും കേൾക്കുന്നത് പലതാണ്. കേട്ടതൊന്നും ഞാൻ പഠിച്ചതുമല്ല. ഞാൻ പഠിച്ചതിന് വിരോധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും സ്റ്റേജിൽ നടക്കുന്നു. പലതും കണ്ട് വലിയ കൺഫ്യൂഷൻസിലോട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ചിരുന്നു, ദൈവമേ സത്യം എന്താണെന്ന് എനിക്കറിയണം. ഐ വോണ്ട് ടു സ്റ്റേ ട്രൂ ടു യു ബിക്കോസ് ഐ നോ യു ആർ ട്രൂ. നീ ജീവനുള്ള ദൈവമാണെന്നും നീയാണ് ഏകസത്യ ദൈവമാണെന്നും എനിക്കറിയാം. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ അസ്ട്രേ. എനിക്ക് റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോകണം. അതിനായിട്ടുള്ള വാതിലുകളെ ദൈവമേ നീ തുറന്നു തരണമേ എന്ന് ഒരു പ്രാർത്ഥന മൂലം പോലുമല്ല, പലപ്പോഴും ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലെ ഞരക്കങ്ങളെ എൻ്റെ ഉള്ളിലെ ആത്മാവ് പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. തക്ക സമയത്ത് ദൈവം ഓരോ മുഖാന്തരങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു. ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ പേര് ഡോൺ എന്നാണ്. ഡോൺ വലിയ വെളിച്ചം. ഈ നമ്മൾ ഈ വിശ്വാസത്തോളത്ത് നിൽക്കുന്നതുകൊണ്ട് പലരും ഫോർവേഡ് മെസ്സേജുകൾ അയക്കാറുണ്ട്. ചിലർ ചില മെസ്സേജുകളൊക്കെയും ഫോർവേഡ് ചെയ്യും. പലപ്പോഴും ഇതൊന്നും തുറക്കാറ് പോലുമില്ല. അതങ്ങ് താഴെ പോവും. വാട്സാപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെയും ഇതെല്ലാം ഇങ്ങനെ താഴെ പോവും. ഡോണിൻ്റെ കൂടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഡോൺ ഞങ്ങളുടെയൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ പ്രൊഡ്യൂസറാണ്. ഡോൺ വലിയ വെളിച്ചം. അദ്ദേഹം ഒരു ദിവസം എനിക്കൊരു മെസ്സേജ്, ഒരു യൂട്യൂബ് ലിങ്ക് ഫോർവേഡ് ചെയ്തു. തോമസ് ചാൻ്റെ ഒരു മെസ്സേജാണ്. ആദ്യകാലം ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ആദ്യകാലങ്ങളിലുള്ള വൺ ഓഫ് ദ എപ്പിസോഡ്സ് അതെല്ലാം ഷൂട്ട് ചെയ്തത് താനാണ്. അതുകൊണ്ട് താൻ ഇതെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പോൾ ഇതെനിക്ക് വന്നു. നമ്മൾ വാട്സാപ്പിൽ അറിയാമല്ലോ, മെസ്സേജ് ലിങ്ക് വരുമ്പോഴത്തേക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കും, താഴെ ഇതാ മെസ്സേജ്. നമ്മളെ യൂഷ്വൽ പരിധി പോലെ, യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ, ഓ ഇതിപ്പോൾ എന്നാ കാണാൻ എന്നും പറഞ്ഞ് അങ്ങ് കളഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടെ ചെങ്ങന്നൂർ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, പാട്ടുപെട്ടി റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അവിടെ ഒരു പാട്ട് പാടാനായിട്ട് എന്നെ വിളിച്ചു. ഒരു പാസ്റ്റർ എഴുതിയ പാട്ടാണ്. ആ പാട്ടിലാണെങ്കിൽ മുഴുവനും വരും കാലത്തെ പറ്റിയും റാപ്ചറിനെ പറ്റിയും ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അതിലുള്ള പല കാര്യങ്ങളും ഞാൻ പഠിച്ചിരിക്കുന്നതിന് വിരോധമാണ്. പക്ഷെ എന്നാലും എന്നെ പാട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് പാടിയേ പറ്റത്തുള്ളൂ. പാടി അത് ഷൂട്ട് നടക്കുമ്പോഴും, അതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് നടക്കുമ്പോഴും ഇത് ഞാൻ പാടുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ദൈവമേ, ഞാൻ ഇത് വിശ്വസിക്കാത്ത കാര്യം ഞാൻ എന്തിനാ ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്? പക്ഷേ പ്രത്യേകിച്ച് ഈ വിഷയത്തെ ചൊല്ലി എല്ലായിടങ്ങളിലും പല രീതിയിലുള്ള ടീച്ചിങ്സാണ്, പല അഭിപ്രായങ്ങളാണ്. ഇതാര് ഒന്ന് എനിക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു തരും എന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിലുണ്ടായി. ആ റെക്കോർഡിങ് കഴിഞ്ഞ് രാത്രി ചെങ്ങന്നൂരിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു പിക്ചറുണ്ട്. ഒരു വ്യക്തി ഒരു ചാർട്ട് വരച്ച് കാണിച്ച് ഒരു ടൈം ലൈൻ പഠിപ്പിക്കുന്ന ഒരു ഫ്രെയിം. അന്ന് ഡോൺ എനിക്ക് അയച്ച ആ ഫ്രെയിം എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നു. ഞാൻ നേരെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഇദ്ദേഹം എനിക്ക് അന്ന് അയച്ച ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്തു. എറണാകുളം വരെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഈ വീഡിയോസ് കണ്ടു പോവാ. ഏറെക്കുറെ 5 എപ്പിസോഡോളം ഞാൻ കണ്ടു. ഞാൻ കണ്ണും നിറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറിയത്. ചെന്ന് എൻ്റെ വൈഫ് ശ്രുതി, ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഞാൻ കണ്ട 5 എപ്പിസോഡ് തന്നെ വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടു. അന്ന് സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ മറഞ്ഞിരുന്ന സത്യങ്ങൾ പലതും വെളിവായി വന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന ആഘോഷത്തോടെ പ്രാർത്ഥിച്ചു ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടാണ് കിടന്നത്.
അന്ന് മുതൽ ഇന്ന് വരെയും. പിന്നെ ഞാൻ തോമസ് ചാൻ അങ്ങോട്ട് വിളിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ഈ സത്യം വെളിപ്പെട്ടപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പല സംശയങ്ങളും വളരെ നിസ്സാരമായി ദൂരീകരിക്കപ്പെട്ടു. നമ്മൾ പണ്ട് ഈ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ടെട്രിസ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഈ പഴയ ബ്രിക്ക് ഗെയിം എന്നൊക്കെ പറയും. ഓരോ ഷേപ്പിലുള്ള ബ്രിക്കുകൾ വന്ന് വീഴും. നമ്മുടെ ഈ ബിബ്ലിക്കൽ ടൈം ലൈൻ, ദൈവം എന്താണ് ചെയ്യുന്നത്, ഈ 7000 കൊല്ലം കൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്നും ഈ സംശയങ്ങളൊക്കെയും എല്ലാം ഇൻ പ്ലേസ് വന്ന് വീഴുക ഈ ടീച്ചിങ് മനസ്സിലോട്ട് കയറിയതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇപ്പം ബൈബിൾ വായിക്കുമ്പം വല്ലാത്തൊരു ക്ലാരിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേജിലും ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പം എനിക്ക് പ്രാഗൽഭ്യത്തോടു കൂടെ സംസാരിക്കാൻ കഴിയും. ഐ ഡോണ്ട് ഹാവ് ടു ഫിയർ എനിബഡി. ആരെന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. പ്രാഗൽഭ്യത്തോടെ ഞാൻ അറിഞ്ഞ സത്യങ്ങളെ എനിക്ക് പറയാൻ കഴിയും. ആൻഡ് ഓൾസോ പറയുന്നത് എൻ്റെ വ്യാഖ്യാനങ്ങളല്ല. ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഓരോ വാക്യങ്ങൾ എടുത്ത് വെച്ച് കാണിച്ചതേ ഉള്ളൂ. ഇതിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യം പോലുമില്ല. ദ ബൈബിൾ ഇസ് സെൽഫ് എക്സ്പ്ലനറ്ററി. വെറുതെ സ്റ്റേജൊക്കെ ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു പാട്ടുകാരനാണ്. ഓരോ പാട്ടിൻ്റെ മുമ്പേ ചില കാര്യം ഞങ്ങൾ പറയും. പക്ഷെ എനിക്ക് പ്രസംഗിക്കാനുള്ള സമയമില്ല. പക്ഷെ ഞാൻ വാക്യങ്ങൾ പറഞ്ഞാൽ മതി, കൊള്ളേണ്ടടുത്ത് കൊള്ളു. ബിക്കോസ് ദിസ് ഇസ് സോ സിമ്പിൾ. ആ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ദുഷ്ടൻ ഇങ്ങനെ കോംപ്ലക്സ് ആക്കി വെച്ചേക്കുന്നത്. ആൻഡ് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പം നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. 40 വർഷം ഇസ്രായേൽ മക്കൾ അലഞ്ഞിരുന്ന് അവസാനം 2 പേരാണ് കയറിയത്. അതുപോലുള്ളൊരു പ്രൊപ്പോർഷനേറ്റ് ആൾക്കാരാണ് നാം. ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ദാറ്റ് ആ ചോയ്സ് നമ്മുടെ തലമേൽ വീണതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആൻഡ് ഇതറിഞ്ഞിട്ട് ദയവ് ചെയ്ത് പിന്മാറിപ്പോകരുത്. ആ വെയിറ്റ് നമ്മുടെ തലമേൽ എന്നും കിടക്കും. ഇത്രയും വലിയ സത്യത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോകരുത് വേറെ ഒരു കാരണം കൊണ്ടും. ആൻഡ് ഐ എം നോട്ട് റെഡി ടു ലെറ്റ് ഗോ ഓഫ് ദിസ് നോ മാറ്റർ വാട്ട്. എന്ത് വന്നാലും ഇതിനെ കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നതും തീരുമാനിച്ചിരിക്കുന്നതും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ എല്ലാ രീതിയിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. താങ്ക് യു ഗോഡ്, താങ്ക് യു സോ മച്ച്. ബൈബിൾ ഡിസ്കഷൻ ക്ലാസ്സിൽ ഞാൻ ചേർന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫ് ആകെ മാറിയെന്ന് പറയാം. ബിക്കോസ് ബൈബിള് മനസ്സിലാക്കി തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ചില സ്ഥലത്തുനിന്ന് സ്നാനപ്പെടണം. ബേസിക്കലി ഞാൻ കാത്തലിക്കാണ്. കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഓർത്തഡോക്സിലും. അപ്പം പിന്നീട് സ്നാനപ്പെടണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ബൈബിളിലും കാണാറുണ്ട്, സ്നാനത്തിനെ പറ്റി കാണാറുണ്ടല്ലോ. അപ്പം അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമാണ് കാണിച്ചു തന്നത് ഓർത്തഡോക്സിലോട്ട് കല്യാണം കഴിക്കാനും. അപ്പം സ്നാനം ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. ആ ഒരു സമയത്താണ് നദീഷ് ബ്രദറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതും സ്നാനത്തെ പറ്റി അറിയാൻ തുടങ്ങിയതും. അപ്പം എൻ്റെ പ്രാർത്ഥന കറക്റ്റായിരുന്നു. ദൈവം കറക്റ്റായിട്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോഴും പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പം നദീഷ് ബ്രദറിനെ ഞാൻ മിക്കവാറും വിളിക്കുമായിരുന്നു, ഇങ്ങനെ പ്രോബ്ലമാ, ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പം നദീഷ് ബ്രദർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നുള്ളൂ, ബൈബിള് വായിക്കുക. ബൈബിള് വായിക്കാൻ എനിക്ക് ഒരു രീതിയെ അറിയത്തുള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ ഇങ്ങനെ തുറക്കും. ഏത് പേജാണോ എനിക്ക് കിട്ടുന്നത് അതിലെനിക്ക് ആൻസർ കാണും. അതായത് ഈ ശാപം, ശിക്ഷാവിധി ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പേജ് മാറ്റും. പിന്നെ അനുഗ്രഹം, ഞാൻ നിൻ്റെ കൈവിടില്ല, എപ്പോഴും നിന്നെ കൂടെ കാണുമെന്ന് അത് കിട്ടുന്നവരെ ഞാൻ ഞാൻ ബൈബിൾ വായിച്ച് അത് ദൈവം എന്നോട് പറയുന്നതായിട്ട് എനിക്ക്. പക്ഷേ അതിലൂടെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ദൈവം എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു രീതിയെ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം സ്വപ്നങ്ങളിലൂടെ ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു. അതും ഒരിക്കലും കൈവിടില്ല,
എന്നും നിൻ്റെ കൂടെ കാണുമെന്നുള്ളത്. അപ്പം നദീഷ് ബ്രദറോട് പറഞ്ഞു അത് ലോട്ടറി പരിപാടിയാണ്, അതിവിടെ പറ്റത്തില്ല. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക തന്നെ ചെയ്യണമെന്ന്. എത്ര ഞാൻ പ്രോബ്ലംസ് ഇങ്ങനെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത, എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത പ്രോബ്ലംസ് ഉള്ളപ്പോഴാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം ബ്രദർ പറയും പറ്റത്തില്ല, ബൈബിള് വായിക്കണമെന്ന്. ബൈബിള് വായിക്കാൻ പറ്റുന്നത് ഇങ്ങനെ തപ്പിപ്പറക്കുകയാണ്. സ്റ്റാർട്ടിങ് മുതൽ വായിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. അപ്പോൾ എത്ര വായിച്ചാലും ഞാൻ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ മറന്നു പോകും. മാർക്ക് ചെയ്താലും മറവി ഒരുപാടുള്ള. അപ്പം മോശയുടെ ന്യായപ്രമാണം മാത്രമേ എത്തിയിട്ടുള്ളൂ, ഒരു വർഷമായി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ബൈബിള് വായിച്ച് തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ മരണം സംഭവിച്ചാൽ മതി. അത് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അതിനൊരു ഷോർട്ട് കട്ടായിട്ട് എനിക്ക് ബൈബിള് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ വന്നിട്ട് എനിക്ക് ഈസി ആയിട്ട് ഒരു ലോട്ടറി പരിപാടി തന്നെ ദൈവം തന്നെ എനിക്കൊരു ലോട്ടറി എടുത്ത് തന്നു. അതിലൂടെ വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അത് ഈ ജന്മം കൊണ്ട് എനിക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഒരു യോഗ്യതയും വേണ്ട ദൈവകൃപയ്ക്ക് നമ്മൾ പാത്രധാരികളാകാൻ. പാത്രത ഏതുമില്ല, ദൈവകൃപ എത്ര വിചിത്രമഹോ എന്നുള്ള ഒരു പാട്ടിൻ്റെ ആ വരി, അതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു വലിയ കൊടുങ്കാറ്റ് വരുമ്പം വലിയ വലിയ മരങ്ങൾ വീണു പോവും. പക്ഷേ ചെറിയ ചെറിയ പുല്ല് അങ്ങനെ കാറ്റൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പുല്ല് അതുപോലെ നിൽക്കും, ധൈര്യമായിട്ട് തല ഉയർത്തി തന്നെ നിൽക്കും. അപ്പം ആ ഒരു ചെറിയ വിശ്വാസത്തിലൂടെ ദൈവം എന്നെപ്പോലെയുള്ള ഒരു കഴിവുമില്ലാത്ത, ചെറിയ പ്രായം മുതൽ ഞാൻ കേട്ടുവരുന്നതാണ്, ഒരു കഴിവുമില്ല, ഒന്നിനും യോഗ്യതയില്ല, അങ്ങനെ എല്ലാ സ്ഥലത്തും തഴയപ്പെടുന്ന, ഇഗ്നോർ ചെയ്യപ്പെടുന്ന, ഒരുമാതിരി ടാർഗറ്റ് ചെയ്യപ്പെടുന്ന, ഏത് സ്ഥലത്ത് പോയാലും. കഴിഞ്ഞ വർഷം വരെ എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, എടോ നീതികെട്ട മനുഷ്യ, നീ എന്തിനാ എന്നോടിങ്ങനെ നീതികേട് കാണിക്കുന്നത് എന്നാണ്. പക്ഷേ കൃപയുടെ സുവിശേഷം മനസ്സിലായി കഴിഞ്ഞിട്ട് ദൈവം എന്നെ സ്നേഹിച്ച വിധം, എന്നെപ്പോലെയുള്ളവരെ കൈവിരളിൽ കൊണ്ടുവന്ന ഒരു വിധം ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. സത്യം പറയുവാണെങ്കിൽ ഒരു വചനം പോലും എനിക്ക് ബൈബിളിൽ തുറന്ന് വായിക്കാൻ എനിക്കറിയില്ല. എത്ര നമ്മൾ വചനം പഠിച്ചാലും ആ പൗലോസിൻ്റെ സുവിശേഷം, പൗലോസാണ് ജാതികളുടെ വിളക്ക്. ബൈബിളിൽ ഒരു വ്യത്യസ്ത ശൈലിയിലാണ് ദൈവം എഴുതിയിരിക്കുന്നത്. അത് ഒരു വാക്യം എടുത്താൽ അതിൽ പ്രീ ടെക്സ്റ്റ് ഉണ്ട്, കോൺടെക്സ്റ്റ് ഉണ്ട്, പോസ്റ്റ് ടെക്സ്റ്റ്. ഇതെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പരിപൂർണത നമുക്ക് മനസ്സിലാകുന്നത്. ഡിവിഷൻ പഠിപ്പിക്കുന്നവർ അത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു സബ്ജക്റ്റ് എടുത്ത് അതിനെ പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. കൃപയുടെ സുവിശേഷം വിശ്വസിച്ച് കഴിഞ്ഞിട്ട്, അത് മനസ്സിലായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും നേടാനില്ല, വേറെ ഒന്നും പ്രാർത്ഥിക്കാനില്ല. ആ വചനം, അന്നന്നത്തെ സബ്ജക്റ്റ് എന്തുവാ, അതിനോടുള്ള ഒരു അത്യാഗ്രഹം മാത്രമേ കാണത്തുള്ളൂ. ഇത്രയും പറയാൻ അവസരം തന്ന എല്ലാവർക്കും നന്ദി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ഡിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അതിൻ്റെ അർത്ഥം. താങ്ക് യു സോ മച്ച്.